നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാളികപ്പുറത്തേക്കുള്ള ഫ്ലൈ ഓവറിൽ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് ചാടി തീർത്ഥാടകൻ മരിച്ചു. കർണാടക കനകപുര രാംനഗർ സ്വദേശി കുമാർ എന്ന 40 വയസ്സുകാരനാണ് മരിച്ചത്. ഇന്നലെ വൈകിട്ട് 6:30യോടുകൂടിയായിരുന്നു സംഭവം. മാളികപ്പുറത്തേക്കുള്ള ഫ്ലൈ ഓവറിന്റെ ഷീറ്റിട്ട മേൽക്കൂരയിൽ നിന്ന് 20 അടിയോളം താഴ്ചയിലേക്കാണ് കുമാർ ചാടിയത്. കൈക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ ഇയാളെ ആദ്യം സന്നിധാനത്തെ സർക്കാർ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. CT സ്കാൻ ഉൾപ്പെടെയുള്ള പരിശോധനകൾ ആവശ്യമായതിനാൽ തന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും വഴി ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. തീർത്ഥാടകൻ എന്തിനാണ് ഫ്ലൈ ഓവറിന്റെ മേൽക്കൂരയിൽ നിന്ന് താഴേക്ക് ചാടിയത് എന്ന് വ്യക്തമല്ല. കുമാറിന് മാനസിക വെല്ലുവിളി ഉണ്ടായിരുന്നോ എന്നത് ഡോക്ടർമാരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്ന് ADM അരുൺ S. നായർ പറയുന്നു. താഴേക്ക് വീണതിന് ശേഷം കുമാർ പരസ്പര വിരുദ്ധമായി സംസാരിച്ചതാണ് സംശയത്തിന് കാരണമായത്. മൃതദേഹം മേരി ക്വീൻ ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ്. ശബരിമലയിൽ എത്തിയ എല്ലാ ഭക്തരെയും ഞെട്ടിച്ചുകൊണ്ടാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത്. ഇത്തരത്തിൽ എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തത്, ഈ ഭക്തർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്ന് അറിയില്ല. നടപ്പന്തലിൽ അല്ലെങ്കിൽ ഈ ഒരു ഫ്ലൈ ഓവറിൽ അധിക സമയം നിന്നതിന്റെ ഒരു വിഭ്രാന്തി കൊണ്ടാണോ എന്ന് അറിയില്ല. എടുത്തു ചാടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് കൂടെ വന്നവർ ആരൊക്കെയാണ്, എന്തൊക്കെയാണെന്ന വിവരവും അന്വേഷിച്ചു വരികയാണ്. ഇദ്ദേഹം ഒറ്റയ്ക്കാണോ വന്നത് അടക്കമുള്ള കാര്യങ്ങളും അറിയില്ല. എന്നാലും നിലവിലെ സാഹചര്യത്തിൽ ഒരു മരണം സംഭവിച്ചിരിക്കുകയാണെന്ന് പറയുന്നു. ആത്മഹത്യയാണോ, അയ്യന്റെ സന്നിധിയിൽ വന്ന് മരിക്കണമെന്ന ആഗ്രഹം, അങ്ങനെയൊക്കെ പല തരത്തിലുള്ള ആളുകൾ എത്താറുണ്ട്. അതുകൊണ്ട് തന്നെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളും ഉയരുന്നുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. എന്തായാലും ഈ ഘട്ടത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ ഒരു മരണം സംഭവിച്ചത്, അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണെന്ന ചോദ്യങ്ങൾ അടക്കമുള്ള വരാനുണ്ട്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന ഈ മൃതശരീരം ഏറ്റുവാങ്ങേണ്ട സാഹചര്യം ഒക്കെ തന്നെ നിലനിൽക്കുകയാണ്.